ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ 14ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ഓൺ എ റെക്ടാങ്കുലർ കറന്റ് ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡില് ഒരു റെക്ടാങ്കുലർ രീതിയിലുള്ള ഒരു കറന്റ് ലൂപ്പ് വന്നാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക്, അതായത് റൊട്ടേഷണൽ രീതിയിലുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്, ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്ടാങ്കുലർ കറന്റ് ലൂപ്പ് വന്നാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്, അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ആദ്യം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ 2 പെർമനന്റ് മാഗ്നറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്, നോർത്ത് നിന്ന് സൗത്തിലേക്ക്. അപ്പൊ ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്ത് പോകും, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവിടെ എന്തായി, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആയി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളൊരു എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡില് ഞാനൊരു റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു ലൂപ്പ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാം ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ലൂപ്പാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ റെക്ടാങ്കുലർ ലൂപ്പിൽ കൂടെ എന്ത് പാസ് ചെയ്യുന്നു, കറണ്ട് പാസ് ചെയ്യുന്നു. I എന്ന് പറയുന്ന കറണ്ട് ഈ റെക്ടാങ്കുലർ ലൂപ്പിൽ കൂടെ പാസ് ചെയ്യണം. അപ്പൊ ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ലൂപ്പ്, ആ റെക്ടാങ്കുലർ ലൂപ്പിൽ കൂടി കറണ്ട് I പാസ് ചെയ്യണം. അപ്പോ ഈ റെക്ടാങ്കുലർ ലൂപ്പ് ABCDയുടെ ലെങ്ത് L ആണ്. ലെങ്ത് എന്ന് പറയുന്ന L ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോ നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെയാണ് ഈ റെക്ടാങ്കുലർ ലൂപ്പ്. റെക്ടാങ്കുലർ ലൂപ്പിൽ എന്ത് ചെയ്യണം, കറണ്ട് പാസ് ചെയ്യാണ്. ഇതൊരു കണ്ടക്ടർ ആണ്. അതിനെ എന്താണ് റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളൂ. അതൊരു കണ്ടക്ടർ തന്നെയാണ്. കണ്ടക്ടർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അതിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ടേണിംഗ് രീതിയിലുള്ള ഒരു ഫോഴ്സ് ആണ്. അതായത് റൊട്ടേഷണൽ രീതിയിലുള്ള ഒരു ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഫോഴ്സ് നമ്മളൊരു പേര് പറയും, ടോർക്ക് എന്ന് പറയും. അതപ്പോ അതെന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അകത്തേക്ക് പോകും, ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ എന്താണ് കറണ്ട് ലൂപ്പിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സ് ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബേസ് ആയിട്ട് പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ട് വെച്ചാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരുന്നു, ആ ഇക്വേഷൻ F=BIL sin θ. B എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. I എന്ന് പറയുന്നത് ഈ കറണ്ട് ലൂപ്പിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. കറണ്ടിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് I. അതിലെ L എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ചെറിയ കണ്ടക്ടറാണ് എടുക്കുന്നതെങ്കിൽ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ബിയും അതുപോലെ കണ്ടക്ടറിന്റെ ഏത് സെക്ഷൻ ആണോ നമ്മൾ എടുക്കുന്നത് ആ സെക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ത്, തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ AB ആണ് എടുക്കുന്നതെങ്കിൽ, ഈ AB സെക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, AB എന്ന് പറയുന്ന ഈ സെക്ഷനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ബിയും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു മാത്സിലെ ഒരു കാര്യമാണ്, sin 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 0, അതായത് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ചെറിയ സെക്ഷൻ, ഇപ്പൊ BC ആണെങ്കിൽ BCയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയും 0 ആണ്. അപ്പൊ തീറ്റ ഇവിടെ എന്താവും, 0 ആവും. sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തം 0 ആയിപ്പോയി, ഇത് മൊത്തം 0 ആയിപ്പോയി. അതായത് ഫോഴ്സ് അവിടെ 0 ആയിപ്പോയി എന്നർത്ഥം. അപ്പൊ sin 0 വന്നാൽ ഫോഴ്സ് മൊത്തത്തിൽ 0 ആയിപ്പോവും. അങ്ങനെയുള്ള ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, BC, ഈ സെക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ sin 0 0 ആണ്. അപ്പോൾ ഈ ഫോഴ്സ് മൊത്തത്തിൽ 0 ആയിപ്പോവും. അതുപോലെ AD എന്ന് പറയുന്ന ഈ സെക്ഷനും നമ്മൾ എടുത്തു നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഡിഗ്രിയാണ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ sin 0 ഇവിടെ നമ്മൾ 0 എന്ന് കൊടുത്താൽ sin 0 0 ആണ്. അപ്പോൾ BIL × 0 ദാറ്റ് ഈസ് F=0 എന്ന് കിട്ടും. ഫോഴ്സ് അപ്പോൾ BCയിലും ഇല്ല, ADയിലും ഇല്ല. പിന്നെ ആരില് മാത്രമേ ഫോഴ്സ് ഉള്ളൂ, ഈ AB എന്ന് പറയുന്ന ഈ ചെറിയ സെക്ഷനോ അതുപോലെ CD എന്ന് പറയുന്ന ഈ ചെറിയ സെക്ഷനിൽ മാത്രമേ
ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഫോഴ്സ് ആണ്, ടേണിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫോഴ്സ് എവിടെയാണ് ഉണ്ടാവുന്നത്? എ ബിയിലും സി ഡിയിലും. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എ ബിയിലെയും സി ഡിയിലെയും മാത്രം ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യമേ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടുത്തെ ബി സിയിലെയും എ ഡിയിലെയും കാണണമെന്നില്ല. കാരണം ഇത് രണ്ട് ആർക്ക് പാരലാണ്? ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0. രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ഇതും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 0. അതുകൊണ്ട് സൈൻ 0 ആയിപ്പോയി, ഫോഴ്സ് മൊത്തത്തിൽ 0 ആയിപ്പോയി. അപ്പൊ അവിടുത്തെ കാര്യം നമ്മൾ നോക്കണ്ട. നമ്മൾ എ ബിയിലെ സി ഡിയിലെയും കാര്യം നമുക്ക് നോക്കാം. ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സൈഡ് എ ബി ഓഫ് ലെങ്ത് എൽ. ഫോഴ്സ് ആക്ടിംഗ് ഓൺ സൈഡ് എ ബി കാണുമ്പോൾ എങ്ങനെ വരും? ഈ എഫിന്റെ ഇക്വേഷൻ കൊടുക്കുക. എഫ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, നമുക്കറിയാം എ ബി എന്ന ഈ സെക്ഷനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? എ ബി എന്ന ഈ സെക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് ബിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക? 90 എന്ന് കൊടുക്കുക. നമുക്കറിയാം സൈൻ 90യുടെ വാല്യൂ എന്താണ്? 1 ആണ്. സൈൻ 90യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ബി ഐ എൽ ഇൻറ്റു 1 ദാറ്റ് ഈസ് ബി ഐ എൽ. അപ്പോൾ ഒന്നാമത്തെ ഈ സെക്ഷൻ നമ്മൾ എടുത്തപ്പോൾ, എ ബി എന്ന് പറയുന്ന ഈ സെക്ഷൻ നമ്മൾ എടുത്തപ്പോൾ അവിടുത്തെ ഫോഴ്സ് നമ്മൾ ഇക്വേഷൻ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ എന്ത് നേട്ടി? എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ എന്ന് കിട്ടി. എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ. എ സെക്ഷനിലെ ഈ സെക്ഷൻ മാത്രം എടുത്തപ്പോഴുള്ള ഇതാണ് ഫോഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ബി ഐ എൽ. ഓക്കെ, അടുത്ത് നമ്മൾ ഈ ആള് നോക്കണം. കാരണം ഇവർ രണ്ടുപേരിലാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ്? 0 ആയി പോവുകയാണ് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഈ രണ്ടുപേരെ കാര്യം കണ്ടുപിടിക്കാം. ഇനി നമ്മൾ എ ബിയുടെ കണ്ടുപിടിച്ചു, സി ഡിയുടെ നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കാം. ഫോഴ്സ് ആക്ടിംഗ് ഓൺ സൈഡ് സി ഡി ഓഫ് ലെങ്ത് എൽ. ഇത് രണ്ടിന്റെ ലെങ്ത് എൽ ആണ് കേട്ടോ. അപ്പോൾ സി ഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ആ മെയിൻ ഇക്വേഷൻ എഴുതി. എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. തീറ്റ നോക്കിയേ, സി ഡി എന്ന് പറയുന്ന ഈ എലമെന്റും ബിയുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ബി ഇതാണ്, സി ഡി ഇതാണ്. രണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലല്ലേ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. തീറ്റയുടെ സ്ഥാനത്ത് 90 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഐ എൽ സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. ബി ഐ എൽ ഇൻറ്റു 1 ദാറ്റ് ഈസ് ബി ഐ എൽ. അപ്പോൾ രണ്ടിലെയും ഫോഴ്സ് എന്താണ്? ബി ഐ എൽ ആണ്. എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷവും പഠിച്ചിട്ടുള്ളതാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളത് ടോർക്ക് ടൗ ആണ്. ഇത് ടോർക്കിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ടൗ ആണ്. ടൗ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. നമ്മൾ ഈ റൊട്ടേഷണൽ മോഷനിലൊക്കെ പറയുമ്പോൾ ഫാനിന്റെ കാര്യം, ഫാൻ ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഫോഴ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഫോഴ്സ് എന്നല്ല പറയുന്നത്, അതിന് ടോർക്ക് എന്നായിരിക്കും പറയുന്നത്. അതുപോലെ വീട്ടിലെ ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് വാങ്ങിക്കുന്ന ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ കാണാം അതിന്റെ ഫോഴ്സ് ഇത്ര ടോർക്ക് എന്നായിരിക്കും പറയുന്നത്. ഇത്ര ഫോഴ്സ് എന്നല്ല പറയുന്നത്, ഇത്ര ടോർക്ക് എന്നായിരിക്കും അതിനെ പറയുന്നത്. ഓക്കെ, ആ റൊട്ടേറ്റിംഗ് ഒബ്ജക്ട്സിനെയൊക്കെ നമ്മൾ ഫോഴ്സിന്റെ ടേം എന്ന് വിളിക്കുന്നത് എന്താണ്? ടോർക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം ബി ഐ എൽ ആണ്. ഈ രണ്ട് സെക്ഷനിലെ ഉള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ബി ഐ എൽ ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ സെക്ഷൻ, അപ്പോൾ ഈ ബി സി എന്ന് പറഞ്ഞ ഈ സെക്ഷൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോഴ്സ് കാരണം റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഈ സെക്ഷൻ, ലെങ്ത് ബി എന്ന് പറയുന്ന ഈ സെക്ഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റുക. ഇതിന് രണ്ട് പെർപെൻഡിക്കുലാർസ് വരച്ച് ഒരു ട്രയാങ്കുലർ ആക്കി ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മാറ്റിയാൽ ഈ ആംഗിളിനെ തീറ്റ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഈ ആംഗിളിന് എന്തെന്ന് പറയും? തീറ്റ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് തീറ്റയോട് ചേർന്ന് കിടക്കുന്ന ഈ സൈഡ് നമുക്ക് എന്തെന്ന് പറയാം? ബി കോസ് തീറ്റ എന്നും, ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ബി സൈൻ തീറ്റ എന്നും പറയാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക, നമ്മളിപ്പോ എങ്ങനെയായിരുന്നാലും ബി എന്ന് പറയുന്ന ഇതിന് നമ്മളിപ്പോ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റിയല്ലോ. ഈ ലൈനിന് നമുക്ക് ഇങ്ങനെ വരച്ച് ട്രയാങ്കിൾ ആക്കി മാറ്റിയെങ്കിൽ നമ്മൾ എവിടെയാണോ ആംഗിൾ പറയുന്നത്, ഇവിടെയാണ് ഇപ്പോൾ ആംഗിൾ പറയണമെങ്കിൽ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡിനെ ബി കോസ് തീറ്റ എന്ന് പറയണം. അപ്പോൾ ബി ആണ് ഇവിടെയെങ്കിൽ ഈ ഇതിനെ പറയണം ബി കോസ് തീറ്റ. തീറ്റയോട് ചേർന്ന് കിടക്കുന്ന എന്താണ്? ബി കോസ് തീറ്റ. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതിനെ ബി സൈൻ തീറ്റ എന്ന് പറയണം. ഓക്കെ, എനിക്ക് കാണേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടി ബി സൈൻ തീറ്റ ആണെന്ത്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത്. നമുക്ക് ഫോഴ്സ് അറിയാം, ഫോഴ്സ് BIL ആണ് ഇൻറ്റു ബി സൈൻ തീറ്റ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ബി സൈൻ തീറ്റ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BIL ഇൻറ്റു ബി സൈൻ തീറ്റ. കളർ ശ്രദ്ധിക്കുക, ഫോഴ്സ് BIL ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ബി സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ L ഇൻറ്റു ബി എന്ന് പറയുന്ന ഈ ടേം നോക്കിയേ. L എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ബി എന്ന് പറയുന്നത് ഇതിന്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ എന്തെന്ന് കിട്ടും? ഇതിന്റെ ഏരിയ കിട്ടും. നമുക്കറിയാം റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് നമ്മൾ ചേർത്ത് വായിച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്തിന് എന്തെന്ന് കൊടുക്കുക? ഏരിയ A എന്ന് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് എഴുതിയിട്ടുള്ളത്. ടോർക്ക് ടൗ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ. ബി ഇൻറ്റു ഐ അതുപോലെ എഴുതി. L ഇൻറ്റു ബിക്ക് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു A അഥവാ ഏരിയ എന്ന് കൊടുത്തു. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? A എന്ന് കൊടുത്തു. അപ്പോൾ ബാക്കി അതുപോലെ എഴുതാം സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ. L ഇൻറ്റു ബിക്ക് എന്തെന്ന് കൊടുക്കുക? ഡയറക്റ്റ് A എന്ന് കൊടുക്കുക. BI ഇൻറ്റു A സൈൻ തീറ്റ, BIA സൈൻ തീറ്റ എന്ന്. ഓക്കെ, ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. എവിടെ IA എന്ന് കണ്ടാലും നമ്മൾ എന്തെന്ന് പറയണം? അത് മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ ആണ് IA. മാഗ്നറ്റിക് മൊമെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ M ആണ്. മ്യൂ എന്നും കൊടുക്കാം, M എന്നും കൊടുക്കാം. ഞാനിവിടെ M എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, M ഈസ് ഈക്വൽ ടു I ഇൻറ്റു A അല്ലെങ്കിൽ IAക്ക് നമ്മൾ എന്തെന്ന് കൊടുക്കുക? M എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷന്റെ സ്ഥാനത്ത് IAയുടെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക? M എന്ന് കൊടുക്കുക. അപ്പൊ ടോർക്ക് ടൗ ഇസ് ഈക്വൽ ടു M. IAയുടെ സ്ഥാനത്ത് എന്തെന്ന് കൊടുത്തു? M. അതുപോലെ ബി സൈൻ തീറ്റ അതുപോലെ എഴുതാം, ബി സൈൻ തീറ്റ. നമ്മളിവിടെ ചെയ്തെന്താണ്? IAക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. M ഇൻറ്റു ബി സൈൻ തീറ്റ, MB സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്ക് ടൗ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. MB സൈൻ തീറ്റയാണ് ടോർക്കിന്റെ ഇക്വേഷൻ. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ആണ്. B എന്ന് പറയുന്നത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടറും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. നിങ്ങളത് ഓർത്തോണം. മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറിന്റെ ഒരു എലമെന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അത് എപ്പോഴും ഓർത്തോണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ടോർക്ക് ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. ഇത് ഒരു കാര്യം, ഒരു ലൂപ്പിന്റെ കാര്യമാണ്, ഒരു ലൂപ്പ് റെക്ടാങ്കുലർ ഒരു ലൂപ്പിന്റെ കാര്യമാണ്. എന്നാൽ n നമ്പർ ഓഫ് റെക്ടാങ്കുലർ ലൂപ്പുള്ള ഒരു കോയിലാണ്, എടുത്തതെങ്കിൽ അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത് ഒരു ലൂപ്പിന്റെ ആണ്. ഇനി n ലൂപ്പിന്റെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൂപ്പിന്റെ ടോർക്ക് ഇൻറ്റു n ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ വരും n ഇൻറ്റു ബാക്കി അതുപോലെ MB സൈൻ തീറ്റ. അപ്പൊ ഇവിടെ മാറ്റം വന്ന എന്താണ്? ഇത് ഒരു ലൂപ്പിന്റെ ടോർക്ക്. ഇത് ഒറ്റ ലൂപ്പാണ് കേട്ടോ, ഒരു ലൂപ്പാണ്, റെക്ടാങ്കുലർ ലൂപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് n നമ്പർ ഓഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ, നമ്മളൊരു കോയിൽ എടുക്കുമ്പോൾ അതിൽ കുറെ ലൂപ്പ് കാണൂലേ? അപ്പോൾ n നമ്പർ ഓഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ, ഞാൻ കുറെ എന്ന് പറയുന്നതിനേക്കാളും n എന്ന് പറഞ്ഞു, n നമ്പർ ഓഫ് ലൂപ്പ് ഉണ്ട്. അങ്ങനെയെങ്കിൽ n നമ്പർ ഓഫ് ലൂപ്പിന്റെയും ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ലൂപ്പിന്റെ ടോർക്ക് ഇൻറ്റു n ചെയ്താൽ മതി. അപ്പൊ n ഇൻറ്റു ബാക്കി അതുപോലെ MB സൈൻ തീറ്റ. അപ്പൊ n നമ്പർ ഓഫ് ലൂപ്സിന്റെ എന്തായി? ഇക്വേഷന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് കൊണ്ടുവന്നാൽ ആ റെക്ടാങ്കുലർ ലൂപ്പിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എന്തായിരിക്കും? ടോർക്ക് ആയിരിക്കും. ടോർക്കിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇത് കൂടുതലും കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. ഇത് ഒരു കോയിലിന്റെ അല്ലെങ്കിൽ ഒരു ലൂപ്പിന്റെ ഇക്വേഷൻ ആണ് MB സൈൻ തീറ്റ. ഇനി n നമ്പർ ഓഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ എത്രയാണോ ലൂപ്പ് ഉള്ളത് ആ n ഇൻറ്റു MB സൈൻ തീറ്റ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.